ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഈസി റെസിപ്പിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റി അച്ചാർ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. അത് ചാമ്പയ്ക്ക അച്ചാറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മിക്ക വീടുകളിലും ചാമ്പയ്ക്ക ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒരു 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ചാമ്പയ്ക്ക പറിച്ചിട്ട് വരുമല്ലോ, അതിനുശേഷം അത് നല്ല വെള്ളത്തിൽ കഴുകണം. കഴുകിയതിന് ശേഷം അത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് ഉപ്പ് പുരട്ടി മാറ്റി വയ്ക്കാം. ഒരു ചീനച്ചട്ടി വെക്കുക. അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം, കറിവേപ്പില ഇടാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഗ്യാസ് വെക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയ അച്ചാറിൻ്റെ ടേസ്റ്റേ മാറും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ നമ്മുടെ മുളക് പൊടി ഇടുക. അതിന് ശേഷം നമുക്ക് വിനീഗർ ഒഴിക്കാം, അതായത് സുർക്ക. അത് ഒഴിച്ച് നന്നായി ആ മഞ്ഞപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കണേ. അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് മാറ്റി വെച്ച കുറച്ചായി ഇട്ട് ഇളക്കാം. കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായി ഇളക്കി വയ്ക്കുക. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചാമ്പയ്ക്ക് ചൂടാവാനേ പാടുള്ളൂ, അല്ലാതെ വേവാൻ പാടില്ല. വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്